നിങ്ങളൊരു മോഹൻലാൽ ഫാനാണ്, തുടരുമെന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, തുടരും വൻ ഹിറ്റായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് മുമ്പ് മറ്റൊരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്, അതായത് ശ്രീനിധി ഷെട്ടി. സോ എന്തായാലും നമുക്കറിയാം, ശ്രീനിധി ഷെട്ടി KGF 1, KGF 2, കോബ്ര ഈ 3 സിനിമകളിൽ അവർ അഭിനയിച്ചു. 3 അത്യാവശ്യം നല്ല സിനിമകൾ തന്നെ എടുത്തു പറയുന്നത് KGF 1ഉം 2ഉം തന്നെയാണ്. 1000 കോടിയിലേക്ക് എത്തിയ ഫസ്റ്റ് ആക്ട്രസ് എന്നൊരു ബഹുമതിയൊക്കെ ലഭിച്ച അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിലേക്ക് വന്നൊരു താരമാണ് ശ്രീനിധി ഷെട്ടി. സോ എന്തായാലും ഹിറ്റ്, ഇതൊരു 3ാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ പടമാണ് ശ്രീനിധി ഷെട്ടിയുടെ. നമ്മൾ വിചാരിച്ചില്ല ശ്രീനിധി ഷെട്ടിയുടെ 4ാമത്തെ പടമാണ്. കാരണം അവർ ഒരുപാട് നാളായിട്ട് ഈ ഒരു ഇൻഡസ്ട്രി വന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. 1-2 സിനിമ കൊണ്ട് തന്നെ അവർ എന്താ പറയുക, കുറേയധികം സിനിമകൾ ചെയ്ത പോലെ തോന്നിപ്പിച്ചിട്ടുണ്ട്. സോ എന്തായാലും അവരുടെ അടുത്ത സിനിമ വരാൻ പോവുകയാണ്, ഹിറ്റ്. അതുപോലെ നാനിയാണ് നായകൻ. സോ എന്തായാലും അത് മെയ് 1-ാം തീയതിയാണ് വരാൻ പോകുന്നത്. സോ അതൊരു നല്ലൊരു വിജയമായി മാറട്ടെ അല്ലേ. ഇനി നമ്മൾ തുടരുമെന്ന് പറയുന്ന സിനിമയുടെ കാര്യമാണ് പറയാൻ വന്നത്. എന്തായാലും തുടരും വേറെ ലെവൽ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 100 കോടി അടുക്കാറായി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഡേ 6 ഏതാണ്ട് 3.89 കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് തുടരും. സോ അതൊരു നൈസ് റെക്കോർഡ് തന്നെയാണ്. എന്തായാലും മോഹൻലാൽ ഈ വർഷം തൂത്തുവാരി എന്ന് തന്നെ പറയണം. കഴിഞ്ഞ വർഷം മമ്മൂട്ടിയാണെങ്കിൽ ഈ വർഷം മോഹൻലാൽ, ഇനി അടുത്ത വർഷം മമ്മൂട്ടി ആയിരിക്കുമോ, മോഹൻലാൽ ആയിരിക്കുമോ, ഇനി മറ്റാരെങ്കിലും ആയിരിക്കുമോ? സോ കണ്ടു തന്നെ അറിയണം. സോ വേറെ ലെവലാണ് മോഹൻലാലിൽ. നമ്മൾ ഇത്തരത്തിലുള്ള സിനിമകളാണ് എന്താ പറയുക കൂടുതലും പ്രതീക്ഷിക്കുന്നത്. സോ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. സോ അതുപോലത്തെ ഒരു സിനിമയായി തുടരും. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. സോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.